മകളെ SDK സാറാണ് ആരുടെ നിങ്ങളോട് പറഞ്ഞത് ആറാമത്തെ ചാപ്റ്റർ മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം, സ്വതന്ത്രത്തിനായിട്ടുള്ള ബഹുജന മുന്നേറ്റം. ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടത്. കാര്യമായിട്ടൊന്നും പഠിക്കാനില്ലെന്നേ, വെറും 5 കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇരുത്തത്തിൽ സാർ എന്ത് ചെയ്തരാ എന്റെ മക്കൾക്ക് SDK സാറിന് സെറ്റ് ചെയ്ത് തരാൻ പോവാ കേട്ടോ. നോക്കൂ, 5 കാര്യങ്ങൾ കാര്യമായിട്ട് പഠിച്ചാൽ മതി. ഒന്നെന്താ, ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ, ഏർലി സ്ട്രഗിൾസ് ഓഫ് ഗാന്ധി. രണ്ടാമത്തതോ റൗലറ്റ് ആക്ട്, ജാലിയൻ വാലാബാഗ് അല്ലെ, റൗലറ്റ് നിയമവും അതുമായി ബന്ധപ്പെട്ട ജാലിയൻ വാലാബാഗും. അതേപോലെ തന്നെ നാഷണൽ മൂവ്മെന്റ്, ഗാന്ധി 3 ദേശീയ സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സാരണ സമരം, ഇതേപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം, ഇതേപോലെ തന്നെ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, സിവിൽ നിയമലംഘന സമരം, നമ്മൾ ഉപ്പ് സത്യാഗ്രഹമൊക്കെ പറഞ്ഞില്ലേ, ആ കാര്യം. ഈ 3 അവിടെ പഠിക്കാനുള്ളൂ. പിന്നെ ആൾട്ടർനേറ്റീവ് പാസ്, വേറിട്ട വഴികൾ, ഭഗത് സിംഗിനൊക്കെ പറഞ്ഞല്ലോ, ആ ഒരു കാര്യം. പിന്നെ ടുവേർഡ്സ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ള ഒരു ഭാഗത്തിൽ ബൗണ്ട് ബാറ്റം പ്ലാൻ ഇല്ലേ, അങ്ങനത്തെ ഒരു 3 കാര്യങ്ങൾ പറയണ്ടല്ലോ, അത് മാത്രം പഠിച്ചാൽ മതി. കൂടുതലൊന്നും പഠിക്കാനുള്ള ചുരുക്കം ചില സമയങ്ങൾ കൊണ്ട് എന്ത് ചെയ്തരാ സാർ അത് സെറ്റ് ചെയ്ത് തരാൻ പോവാണേ. അത് നോക്കിക്കോ, സമരങ്ങൾ അല്ലെ. എടാ, ഗാന്ധി 3 സമരങ്ങളാണ് നടത്തിയത്. ചമ്പാരൻ സത്യാഗ്രഹം അല്ലെ. ഈ ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധി നടത്തിയത് ഏത് സംസ്ഥാനത്താ? ബീഹാറിലാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? നീലം കർഷകർക്ക് വേണ്ടിയിട്ട്. ദാറ്റ് മീൻസ് ഇൻഡിക്കോ ഫാമേഴ്സിന് വേണ്ടിയിട്ട്. തുടങ്ങിയതെന്നാ അല്ലെ, നമ്മളെപ്പോഴും ഹിസ്റ്ററിയിൽ ഒരു വർഷം പഠിക്കുമ്പോൾ പറയും അല്ലെ, സാറേ 1900 സാറേ ബാക്കി അറിയില്ല. എടാ, ഗാന്ധി ഇന്ത്യയിലേക്ക് വന്നത് 15-ലാണ്, 1915-ലാണ്. കിട്ടിയോ? 15-ാം വയസ്സ് നിങ്ങൾ SLC എന്ന പ്രായം നോക്കിയാൽ മതി. അതിൽ കൂടെ 2 കൂട്ടിയാൽ മതി. കണ്ടോ, അത് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഗാന്ധി എന്ത് തുടങ്ങിയത്? ഇന്ത്യയിലെ സമരം തുടങ്ങിയപ്പോ ചമ്പാരൻ സത്യാഗ്രഹം തുടങ്ങിയതെന്നാ 1917 അല്ലെ, നീലം കർഷകർക്ക്, ഇൻഡിക്കോ ഫാമേഴ്സിന് വേണ്ടിയിട്ട്. പിന്നെ അഹമ്മദാബാദ് തുണി മിൽ സമരം അല്ലെ, അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സ്ട്രൈക്ക് അല്ലെ. അത് അഹമ്മദാബാദ് എവിടെ? എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം, അഹമ്മദാബാദ് സാറേ ഗുജറാത്തിലാണ് അല്ലെ, അതെല്ലാവർക്കും അറിയണതാ. അതെന്നാ 1918. ഇതിനൊക്കെ ട്രിക്ക് ഉണ്ട് കേട്ടോ, അതാ പറയുന്നത്. കേദയിലെ കർഷക സമരം അല്ലെ. എന്നാ കേദ എന്ന് പറയുന്നത് ഗുജറാത്തിൽ തന്നെ, അപ്പൊ ഇനി വേറെ വർഷം വേണ്ട. മറ്റേതെങ്ങനെ, ബീഹാറിലെ ചമ്പാരന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിക്ക് വരുമ്പോൾ ഒരു വർഷം എന്തായാലും എടുക്കൂല. അന്നത്തെ കാലത്ത് വണ്ടിയൊന്നും ഇല്ലല്ലോ, നടന്ന് വരണം അല്ലേ. അപ്പൊ നോക്കി, ഗുജറാത്തിൽ നടന്ന 2 സമരമാണ്, അഹമ്മദാബാദിലും കേദയിലും നടന്ന സമരങ്ങൾ. ഇത്രേ പഠിക്കാനുള്ളൂ. ഇതിന്റെ മക്കൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണം എന്നാണല്ലോ പ്രശ്നം. സാറ് പറഞ്ഞുതരാം. എടാ, ഗാന്ധിജിക്ക് ബീർ കുടിക്കണം. ബീർ കുടിക്കാൻ ഗാന്ധിജി എന്ത് ചെയ്തു? നീല ബീർ വാങ്ങി. ഏത് ബീർ? നീല ബീർ വാങ്ങിയിട്ട് ചെമ്പിൽ ഒഴിച്ചു. കണ്ടോ? എന്നിട്ടോ അദ്ദേഹം കുറേ കുടിച്ചു കഴിഞ്ഞപ്പോൾ അത് മുഴുവനും ഗാന്ധി എത്രത്തോളം കുടിച്ചിട്ടും അതെന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല, പിന്നെയും ബാക്കിയാണ്. അപ്പൊ ഗാന്ധി എന്ത് ചെയ്തു? ഗാന്ധിന്റെ സുഹൃത്തുണ്ട് അഹമ്മദിനെ വിളിച്ചിട്ട് അഹമ്മദ് എവിടെ വാന്ന് പറഞ്ഞു. അഹമ്മദ് തുണിയൊക്കെ എടുത്തിട്ടാണ് വന്നിട്ട് മുഴുവൻ ബീറും കുടിച്ചു. 2 അടിപൊളിയായിട്ട് ബീർ കുടിച്ചതിന് ശേഷം ഇവരൊരുപാട് അക്രമങ്ങൾ നടത്തി. കാരണം കള്ളു കുടിച്ചിരിക്കല്ലേ. ഇതൊക്കെ ഉദാഹരണം കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു അറിയോ, ഈ 2 ആൾക്കാർ എന്തൊക്കെ പ്രശ്നങ്ങളാക്കിയപ്പോൾ ജനങ്ങളൊക്കെ അവരെ പിടിച്ചു വെച്ചുട്ടോ. പക്ഷെ ഇങ്ങനെ കള്ളു കുടിച്ച സംഭവങ്ങളൊക്കെ, ബീർ കുടിച്ചതൊക്കെ എന്ത് ചെയ്തു, കെട്ടൊക്കെ ഇറങ്ങിയ ശേഷം ജനങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? അപ്പൊ 2 ആളും പറഞ്ഞു, സോറി, ഞങ്ങൾ ഇനി ചെയ്യൂല. കണ്ടോ, 2 ആളും എന്ത് പ്രകടിപ്പിച്ചു? ഖേദം പ്രകടിപ്പിച്ചു. കണ്ടോ, ഈ 3 കാര്യങ്ങളെ ഗാന്ധി നടത്തിയ സമരം. ഗാന്ധി ബീർ കുടിച്ചു അല്ലെ. ഏത് ബീർ? നീല കളറിലെ ബീർ കുടിക്കാൻ ചെമ്പെടുത്തു എന്ന് പറഞ്ഞത്. ബീർ പറഞ്ഞ ബീഹാർ, നീല കളർ നീലം കർഷകർക്ക്, ചെമ്പ് പറഞ്ഞ ചമ്പാരൻ. സെറ്റല്ലേ? എന്നിട്ടോ അഹമ്മദിനെ വിളിച്ചു. അഹമ്മദ് എന്തെടുത്താ വന്നത്? തുണി. കണ്ടോ, അപ്പൊ അഹമ്മദാബാദിൽ നടന്നത് ഏതാ? തുണി മിൽ സമരം, കോട്ടൺ മിൽ സ്ട്രൈക്ക് അല്ലെ. എന്നിട്ട് 2 ആൾ എന്ത് പ്രകടിപ്പിച്ചു? ഖേദം. കണ്ടോ, അപ്പൊ ഏതേകാരം? കേദയിലെ കർഷക സമരം. ഇനി ഒരു കാര്യം പറഞ്ഞുതരാ, നീലം കർഷക സമര പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ എവിടെ കർഷക സമരം ഉണ്ടെന്നുണ്ടെങ്കിലും മക്കൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക, അത് നികുതിയുമായി ബന്ധപ്പെട്ടതേക്കാരം. ഇപ്പൊ നമ്മളിവിടെ നീലം കർഷകരുടെ പറയുന്നുണ്ട്, അതായത് ചമ്പാരൻ പറയുന്നുണ്ട്, കേദ പറയുന്നുണ്ട്, ബർദോളി സത്യാഗ്രഹം, പിന്നെ കർഷകർ നടത്തിയ സമരങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാർ എന്ത് കൂട്ടി? നികുതി കൂട്ടി. അപ്പൊ റിസൾട്ട് എന്തേകാരം? ബ്രിട്ടീഷുകാർ എന്ത് കുറച്ച് കൊടുത്തിട്ടുണ്ടാവും? നികുതി കുറച്ച് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ സെറ്റ് അല്ലേ? അത് നിർബന്ധമായിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഇങ്ങനെ ഗാന്ധി 3 സമരങ്ങൾ നടത്തി ഉഷാറായപ്പോ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന നിയമമാണ് ഏത്? റൗലറ്റ് ആക്ട്. എന്നാ റൗലറ്റ് ആക്ട് കൊണ്ടുവന്നത്? റൗലറ്റ് നിയമം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കടയിൽ പോയാൽ ടൈഗർ ബിസ്ക്കറ്റ് കിട്ടും, പാർലേജിന്റെ ബിസ്ക്കറ്റ് കിട്ടും, 2020 കിട്ടും അല്ലേ. ഞങ്ങൾ ഗാന്ധി 3 സമരം നടത്തിയ ബ്രിട്ടീഷുകാർ ഇറക്കിയ ബിസ്ക്കറ്റ് ആണ് 1990. കണ്ടോ, അപ്പൊ റൗലറ്റ് ആക്ട് വന്നതെന്ന് പറഞ്ഞാൽ 1919 വന്നത്. 2 കാര്യങ്ങളാണ് നിയമപ്രകാരം. ഏതൊരാളും തെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? ജയിലിടാം. കോടതി കൊണ്ടുപോയിട്ട് വിചാരണ നടത്തൊന്നും വേണ്ട. കണ്ടോ, anyone could be arrested without warrant. വാറണ്ട് ഇല്ലാതെ മറ്റൊരാളെ ജയിലിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വാറണ്ട് വേണം. ഇവിടെ എന്തിന്റെ ആവശ്യമില്ല, വാറണ്ട് ഇല്ലാതെ ഏതൊരാളും പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞിനെ വരെ എന്ത് ചെയ്യുക? ജയിലിടാം. കണ്ടോ, anyone could be jailed without trial. വിചാരണ ഒന്നും വേണ്ട, കോടതി കൊണ്ടുപോകണം വേണ്ട, നേരെ എന്ത് ചെയ്യുക? ജയിലിൽ. ഇതാണ് ഈ നിയമം. ഈ നിയമത്തിനെതിരെ നമ്മൾ ഇന്ത്യയിൽ നടന്ന ഒരു സമരമാണടാ എന്ത്? ജാലിയൻ വാലാബാഗ് മസാക്കർ അല്ലെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഈ നിയമത്തിന് ഹർത്താലൊക്കെ നടന്നു. അങ്ങനെ പഞ്ചാബിലാണ് പ്രധാനമായിട്ടും ഹർത്താൽ നടന്നത്. പഞ്ചാബിൽ നേതൃത്വം കൊടുത്ത 2 ആൾക്കാരില്ലേ, ഒരേട്ടന് പറയുന്ന പേരെന്താണ് അറിയോ? സത്യൻ എന്ന് വിളിക്കട്ടോ. അയാൾ പാലും കൊണ്ടേ കൊടുക്കും. അയാളുടെ പേരാണ് എന്ത്? സത്യപാല്. അയാൾ ഭയങ്കര ഡോക്ടറാ. അയാൾക്ക് ഒരു സുഹൃത്തുണ്ട് കേട്ടോ, അയാളുടെ പേര് സെയ്ഫു എന്നാണ്.
ഫുൾ പേര് സൈഫുദ്ദീൻ എന്നാണ്. അയാളെ ഓമന പേര് എന്താണ് അറിയാം, കിച്ചു എന്നാ. പക്ഷെ എല്ലാവരും അയാളെ വിളിക്കും കിച്ചുലു കണ്ടോ. ഇവർ രണ്ടാളാണ് പഞ്ചാബിൽ നേതൃത്വം കൊടുത്തത്. പക്ഷെ ഇവരെ രണ്ടാളെയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്തു, 1919 അല്ലെ, നമ്മുടെ ബിസ്ക്കറ്റ് അല്ലെ 1990 അല്ലെ, ആ ദിവസം എന്ത് ചെയ്തു, ഏപ്രിൽ 13 ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ വന്നു. അങ്ങനെ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചു. വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാളക്കാരന്റെ പേരെന്താന്ന് എക്സാമിന് ചോദിക്കും. ആ പട്ടാളക്കാരൻ തീരെ അന്തല്ല, അയാൾക്ക് വണ്ടി ഓടിക്കാനല്ല. പക്ഷെ അയാൾ എന്ത് ഉരുട്ടി വരുള്ളൂ, ടയർ ഉരുട്ടിട്ട്. പഴയ വണ്ടിന്റെ ഒക്കെ ഒഴിവാക്കിയിട്ട് ടയർ ഉണ്ടാവില്ല, അത് ഉരുട്ടിട്ടേ വരിക. അപ്പൊ ടയർ ഉരുട്ടി വന്ന് വെടിവെച്ചു എന്ന് ആലോചിച്ചാൽ മതി കണ്ടോ. അപ്പൊ അയാളുടെ പേരാണ് ടയർ അല്ലെ. നമ്മളെ SICA എന്ന് പറയുന്ന പോലെ സൈന്യത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ജനറൽ അല്ലെ. അപ്പൊ അവിടെ കിട്ടി ജനറൽ ടയർ കിട്ടിയോ. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. വെടിവെച്ചപ്പോൾ കുറെ ആൾക്കാർ എന്ത് ചെയ്തു, മരിച്ചു. ഇത്ര മാത്രം എന്ത് ചെയ്താൽ മതി, അവിടെ മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾ പഠിക്കുകയാണ് എന്ത്, ഗാന്ധി നടത്തിയ 3 സമരങ്ങൾ അല്ലെ. ഏതൊക്കെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ് പ്രധാനമായിട്ടും. ആദ്യം പറയാനുള്ളത് നിസ്സാരണ സമരം. എന്നാ നിസ്സാരണ സമരം ആരംഭിച്ചത്, റൗലറ്റ് ആക്ട് കഴിഞ്ഞ ശേഷം ജാലിയൻ വാലാബാഗ് കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞ തൊട്ടപ്പുറത്തെ വർഷം. റൗലറ്റ് നമ്മൾ പറഞ്ഞു 1990 ബിസ്ക്കറ്റ് ആണ് അല്ലെ. അപ്പൊ തൊട്ടപ്പുറത്തെ വർഷം പറഞ്ഞാൽ എന്നേക്കാരം 1920 ഇത് ആരംഭിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നാഗ്പൂരിൽ വെച്ചിട്ട് അല്ലെ, അന്നത്തെ വലിയ സിറ്റിയാണ് നാഗ്പൂർ. ഇന്നും നാഗ്പൂരിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു സമരത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ സമരം 2 പാർട്ടികളെ നേതൃത്വം കൊടുത്തു. ഒന്ന് നമ്മളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതേപോലെ തന്നെ ഖിലാഫത്ത് കമ്മിറ്റി. ഈ സമരത്തിന് നേതാവ് ആരാ ചോദിച്ചാൽ ആരാ, ഗാന്ധിജി. അപ്പൊ ചോദ്യം മനസ്സിലായി, നിസ്സാരണ സമരം ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്, കോൺഗ്രസിന്റെയും ഖിലാഫത്ത് കമ്മിറ്റി. നേതാവ് ആരാ, ഗാന്ധിജി. സെറ്റ് അല്ലേ. ഇനി ചോദ്യം, നിസ്സാരണ സമരം നടത്തിയപ്പോൾ ഗാന്ധി ജനങ്ങൾ മുന്നിൽ 6 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ 6 കാര്യങ്ങൾ എന്റെ മക്കൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതിന് സിമ്പിൾ ട്രിക്ക് ഉണ്ട് കേട്ടോ, സാറ് പറഞ്ഞുതരാം. നോക്കി, റിട്ടേണിംഗ് ടൈറ്റിൽസ് ഓഫ് ഓണേഴ്സ് ഗ്രാൻഡഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് കണ്ടോ. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, ബഹുമതികളൊക്കെ എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക. കാരണം ഹെഡിങ് എന്താ, നിസ്സഹകരണം. നമ്മൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കുവോ ഇല്ല. അതിനർത്ഥം നമ്മൾ ബ്രിട്ടീഷുകാരോട് തെറ്റി അല്ലെ. തെറ്റി എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ എന്റെ മക്കളോട് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തൊക്കെയോ അവരത് കിട്ടിയിട്ടുണ്ടോ അതൊക്കെ തിരിച്ചു കൊടുക്കും. നമ്മൾ എങ്ങനെയാണല്ലോ അല്ലെ, ആരോഗ്യം തെറ്റിയ മൈക്രോബ്രൊക്കെ എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കും. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഇവരും എന്ത് ചെയ്യാണ്, ഗാന്ധി കാരണം എല്ലാവരോടും പറഞ്ഞു, ഇന്ത്യക്കാരോട് ബ്രിട്ടീഷുകാർ എന്ത് തന്നാലും അത് എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി, കൊണ്ട് ഇട്ടു എന്ന് ആലോചിച്ചാൽ മതി. കിട്ടിയോ. അടുത്ത് നോക്കി, റിസൈനിങ് ഫ്രം ഗവൺമെന്റ് ജോബ് അല്ലെ. നമ്മൾ ഇന്ത്യക്കാർ കുറെ ആൾക്കാർ ബ്രിട്ടീഷുകാരെ ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിച്ചിരുന്നു. അപ്പൊ ഗാന്ധി പറഞ്ഞു ഇങ്ങനെ ഇട്ടു കണ്ടോ, റിസൈൻ, ഒപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക, പിന്മാറുക. മനസ്സിലായോ, രാജിവെക്കുക. കിട്ടിയോ, റിസൈനിങ് ഫ്രം ഗവൺമെന്റ് ജോബ്. പിന്നെ ഗാന്ധി വക്കീലന്മാരോട് പറഞ്ഞത് എന്ത്, അഡ്വക്കേറ്റ്സ് ബോയ്ക്കോട്ട് ബ്രിട്ടീഷ് കോർട്സ്. അല്ല വക്കീലന്മാരെ വായനശാലയിൽ പോയിരിക്കോ ഇല്ല. അപ്പൊ ഗാന്ധിജി പറയുന്ന വക്കീലന്മാർ എന്ത് ചെയ്യണം, ബ്രിട്ടീഷുകാരെ കോടതിക്ക് പോകണ്ട. കാരണം നമ്മൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കുന്നില്ല. അപ്പൊ ബ്രിട്ടീഷുകാരുടെ കോടതിയിൽ എന്ത് ചെയ്യണ്ട, വക്കീലന്മാർ പോവേണ്ട ആവശ്യമില്ല. ആ കാര്യം എന്ത് ചെയ്യുക, മക്കൾ മനസ്സിലാക്കുക. പിന്നെ ഇങ്ങോട്ട് നോക്കി, നമ്മൾ കുട്ടികളോട് പറഞ്ഞു എന്താ പറഞ്ഞേ, സ്റ്റുഡൻസ് ബോയ്ക്കോട്ട് ബ്രിട്ടീഷ് സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, ബ്രിട്ടീഷുകാരൻ കൊണ്ട് നടക്കുന്ന സ്കൂളിലേക്കൊന്നും പോവേണ്ട ആവശ്യമില്ല. അടുത്ത് നോക്കി, ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ്, വിദേശ വസ്തുക്കൾ എന്ത് ചെയ്യണം, ബഹിഷ്കരിക്കും. കാരണം നമ്മുടെ നാട്ടിൽ അധിക പെണ്ണുങ്ങൾ ലിപ്സ്റ്റിക്കും ഡാസ്ലറിന്റെ 025 മോയ്സ്ചറൈസറും ഹൈലൈറ്ററും ഫൗണ്ടേഷൻ ഒക്കെ തേച്ചിട്ട് ഇങ്ങനെ നടക്കും. ഇതൊക്കെ ആരുടെ പ്രൊഡക്ഷനാ, ബ്രിട്ടീഷുകാരുടെ. നമ്മൾ ഓൾറെഡി തെറ്റിയില്ലേ, പിന്നെ ഓരോ സാധനം നമ്മൾ വാങ്ങേണ്ട ആവശ്യമുണ്ട് ഇല്ല. അത് പറഞ്ഞ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. അടുത്ത് നോക്കി, ബോയ്ക്കോട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി. നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട, ബോയ്ക്കോട്ട് എലക്ഷൻ എന്ന് പഠിച്ചാൽ മതി. അതായത് തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുക. ഈ 6 കാര്യങ്ങൾ ഇത് പഠിക്കാൻ സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പോലെ ബഹുമതികൾ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് ഇട്ടെറിഞ്ഞു കൊടുക്കുക അല്ലെ. രണ്ടാമത്തെ ഇങ്ങനെ കാട്ടി കൊടുക്കുക, റിസൈനിങ് ഫ്രം ഗവൺമെന്റ് ജോബ് അല്ലെ. പിന്നെ വക്കീലന്മാർ ഒബ്ജക്ഷൻ യുവർ ഓണർ അല്ലെ, വക്കീലന്മാർ കോട്ട കിട്ടിട്ട് ഇങ്ങനെ വരിക, അത് ആലോചിക്കുക. അടുത്ത കുട്ടികളെ മെച്ചിയ സ്കൂളിൽ പോവാൻ അല്ലേ, കണ്ടോ ആ സാധനം കിട്ടി. സ്റ്റുഡൻസ് കണ്ടോ, അങ്ങനെ ഓരോന്ന് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റും. ഇതേപോലെ ഇപ്പോൾ സ്റ്റുഡൻസ് കഴിഞ്ഞാൽ പിന്നെന്താ അല്ലെ, പെണ്ണുങ്ങൾ ഇങ്ങനെ കാട്ടി കൊടുത്താൽ മതി. അപ്പൊ ഫോറിൻ ഗുഡ്സും കിട്ടും. മനസ്സിലായോ. അപ്പൊ ഇത് കറക്റ്റ് പിന്നെ ഇങ്ങനെ കാട്ടി കൊടുക്കുക, പേരിൽ മാറാതെ കറക്റ്റ് കാട്ടി കൊടുക്കുക. ബോയ്ക്കോട്ട് എലക്ഷൻ. കിട്ടിയോ, സാധനം സെറ്റാണ് മക്കളെ. അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, എന്റെ മക്കളത് മനസ്സിലാക്കുക. അങ്ങനെ നിസ്സാരണ സമരം ആരംഭിച്ച് കുറേ തുടങ്ങി ഷാറായിട്ട് വന്നപ്പോഴാണ് ഒരു ഇൻസിഡന്റ് ഉണ്ടായത്. എക്സാമിന് ചോദിക്കും, ഗാന്ധിജി എന്തുകൊണ്ട് നിസ്സാരണ സമരം നിർത്തിവെച്ചു. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്തുകൊണ്ട് ഗാന്ധി നിർത്തിവെച്ചത്. ഒരു ഇൻസിഡന്റ് ഉണ്ട്, എന്താ, ചൗരി ചൗര. ഓക്കെ, എന്നാ ചൗരി ചൗര ഉണ്ടായത് 1922. കിട്ടിയോ, എവിടെ വെച്ചിട്ടാ സംഭവിച്ചത്, ഉത്തർപ്രദേശിലെ ചൗരി ചൗര. എന്താ പ്രശ്നം, പോലീസും പ്രൊട്ടസ്റ്റേഴ്സും തമ്മിൽ എന്തുണ്ടായി, കോൺഫ്ലിക്റ്റ്. പോലീസുകാരും നിസ്സാരണ സമരം നടത്തുന്ന ആൾക്കാരും തമ്മിൽ ഒരു കച്ചറ ഉണ്ടായി. അപ്പോഴോ, ഓൺ ദിസ് ഡേ അറ്റ് നൈറ്റ് പീപ്പിൾ സെറ്റ് ഓൺ ഫയർ അറ്റ് ദ പോലീസ് സ്റ്റേഷൻ ഓഫ് ചൗരി ചൗര. ചൗരി ചൗരിത്തെ പോലീസ് സ്റ്റേഷൻ ജനങ്ങൾ എന്ത് ചെയ്തു, തീയിട്ടുണ്ട് ഇതാക്കി കത്തിച്ചു. മനസ്സിലായല്ലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നീച്ച് നോക്കുമ്പോൾ 22 അൽഫാം വിത്തൗട്ട് മസാല, 22 അൽഫാം ഉണ്ട് കരിഞ്ഞു കിടക്കണം. കാര്യം മനസ്സിലായില്ലേ. പോലീസ് സ്റ്റേഷനിൽ ആരാ ഉണ്ടാവുക, അൽഫാമും ചിക്കനാണ് ഉണ്ടാവുക.
പോലീസുകാരുണ്ടാവും, 22 പോലീസുകാർ എന്ത് ചെയ്തു, കൊല്ലപ്പെട്ടു. അപ്പോഴാണ് ഗാന്ധി കാൾ ബാക്ക് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഗാന്ധി എന്ത് നിർത്തിവെച്ചു, നിസ്സാരണം. എക്സാമ്പിൾ ചോദിക്കും, ഗാന്ധി എന്തുകൊണ്ടാണ് നിസ്സാരണ സമരം നിർത്തിവെച്ചത്? അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം അറിയോ? ഗാന്ധി നിസ്സാരണ സമരം നിർത്തിവെച്ച കാരണം വളരെ പെട്ടെന്ന് ആലോചിക്കുക. അപ്പൊ ആലോചിക്കും കിട്ടൂല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഗാന്ധിജി സമാധാനശീലനാണ് അല്ലേ, അയക്ക് ചോര കാണാൻ പാടില്ല അല്ലേ, അപ്പൊ ചോര കാണാൻ പറ്റൂല, ചോര ചൗരി ചോര കിട്ടി. സാറേ നിസ്സാരണ സമരം നിർത്തിവെച്ച എന്താണ്? ചൗരി ചൗര്യ സംഭവമാണ് അല്ലേ. എന്താ ചൗരി ചൗര? ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ തീയിട്ടു, 22 പോലീസുകാർ എന്ത് ചെയ്തു, കൊല്ലപ്പെട്ടു അല്ലെ. 22 അൽഫാമായി എന്ന് സാറ് പറഞ്ഞു തന്നു. അപ്പൊ സാറേ വർഷം കിട്ടിയില്ല. അവിടെ എത്ര ആൾക്കാർ മരിച്ചത്? 22 അല്ലേ. അപ്പൊ വർഷം തന്നെയാണ് 1922 തന്നെയാണ്. ഇത്ര സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റും. അതോടുകൂടി ഗാന്ധി എന്ത് ചെയ്തു, നിസ്സാര സമരം നിർത്തിവെച്ചു. ഇതേപോലെ തന്നെ ഇനി ഗാന്ധി നടത്തിയ വേറെ സമരമാണ് എന്ത്, രണ്ടാമത്തെ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്. അതായത് സിവിൽ നിയമലംഘന സമരം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ഗാന്ധി പറഞ്ഞു, എല്ലാ നിയമങ്ങളും അംഗീകരിക്കാനുള്ളതല്ല, ഞങ്ങൾക്ക് പറ്റാത്തതാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, അത് ലംഘിക്കും. കണ്ടോ, സിവിൽ ഡിസൊബീഡിയന്റ്. ഡിസൊബേ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതിരിക്കുക, സിവിൽ എന്ന് പറഞ്ഞാൽ ലോസ്, നിയമങ്ങൾ. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും എന്ത് ചെയ്യുക, നമ്മൾ ലംഘിക്കുക. അത് ആ സമരമാണ് ഗാന്ധി ആരംഭിക്കുന്നത്. ഇതിന്റെ കാരണം എന്താ വെച്ചാൽ, ഗാന്ധി എന്ത് ചെയ്തു, ഈ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് സെൻഡ് എ ലെറ്റർ ടു വൈസ്രോയ് ഇർവിന് ഗാന്ധിജി ഒരു കത്തയച്ചു. പക്ഷെ ഇർവിന് അത് വലിയ കാര്യമൊക്കെയൊന്നും ഇല്ല. ആ സമയത്ത് ഗാന്ധിജി എന്ത് ചെയ്തത്, ഈ പറയപ്പെട്ടിട്ടുള്ള ഇന്ത്യക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയുടെ കത്തയച്ചത്. ഇത് ആരും സ്വീകരിച്ചില്ല, ഇർവിൻ സ്വീകരിച്ചില്ല. ആ സമയത്ത് ഗാന്ധി എന്ത് ചെയ്തു, ഒരു കാര്യം തീരുമാനിച്ചു. എന്ത് നിർബന്ധമായിട്ടും എന്ത് ബ്രേക്ക് ചെയ്യണം, സാൾട്ട് ലോ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നൊരു നിയമമാണ് ഉപ്പ് നിയമം. ഇന്ത്യക്കാർ ആരും എന്തുണ്ടാക്കാൻ പാടില്ല, ഉപ്പ് ഉണ്ടാക്കരുത്. ദ ഇന്ത്യൻസ് ഡു നോട്ട് പ്രൊഡ്യൂസ് സാൾട്ട്. കിട്ടിയോ? അപ്പൊ ഗാന്ധി പറഞ്ഞു എന്ത്, ഗാന്ധി ഡിസൈഡഡ് ടു ബ്രേക്ക് ദ സാൾട്ട് ലോ അറ്റ് ദണ്ഡി ബീച്ച് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ട് ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധി തീരുമാനിച്ചു. അങ്ങനെ ഗാന്ധിജി സബർമതി ആശ്രമം, ഗാന്ധിജി താമസിക്കുന്ന സ്ഥലം, അവിടുന്ന് 78 സെലക്ടഡ് മെമ്പേഴ്സ്, 78 ആൾക്കാരും കൂട്ടിയിട്ട് ഗാന്ധി അവിടെ എത്തി, ദണ്ഡി ബീച്ചിലെത്തി. എന്നിട്ടോ ഗാന്ധിജി 24 ദിവസം കൊണ്ടോട്ടോ അവിടെ എത്തിയത്. ഗാന്ധി എന്ത് ചെയ്തു, മെയ്ഡ് ഔട്ട് സാൾട്ട്, ഉപ്പുണ്ടാക്കി, ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ടു ദ പീപ്പിൾ, ജനങ്ങൾക്ക് എന്ത് ചെയ്തു, വിതരണം ചെയ്തു. ഇതാണ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, സിവിൽ നിയമ ലംഘന സമരം. കിട്ടിയോ? അപ്പൊ ഗാന്ധിജി സിവിൽ നിയമ ലംഘനത്തിൽ ഏത് നിയമം ലംഘിച്ചത് ചോദിക്കും. അപ്പൊ എന്റെ മക്കൾ പറഞ്ഞു കൊടുക്കണം, സാൾട്ട് ലോ. കിട്ടിയോ? എവിടെ വെച്ചിട്ട് ലംഘിച്ചത്? ദണ്ഡി ബീച്ചിൽ വെച്ചിട്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എത്ര ദിവസം നീണ്ടുന്ന യാത്രയായിരുന്നു? 24 ദിവസം അല്ലെ. എവിടേക്കാ പോയത്? ദണ്ഡി പോയി അല്ലെ, ദണ്ഡി കടപ്പുറത്തേക്ക്. എത്ര ആൾക്കാരുടെ കൂടെ? 78 ആൾക്കാരുടെ കൂടെ. ഇത്ര മാത്രം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി സിവിൽ നിയമ ലംഘനത്തിനൊപ്പം ഉപ്പ് നിയമം മാത്രം നല്ല ലംഘിച്ചിക്കണ്, പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. പെസൻസ്, കർഷകർ. ഞാൻ പറഞ്ഞു കർഷകരുണ്ടോ എന്തേക്കാരം പ്രശ്നം? ടാക്സേക്കാരം. അപ്പൊ കർഷകർ ഏത് നിയമം ലംഘിച്ചിക്കും? ടാക്സിലോ. അതായത് ഇന്ത്യയിലെ കർഷകരൊന്നും എന്ത് കൊടുത്തില്ല, റെഫ്യൂസ്ഡ് ടു പേ ദ ടാക്സ് അല്ലെ, നികുതി കൊടുക്കുന്നത് എന്ത് ചെയ്തു, തടഞ്ഞു. ഓല് ഞങ്ങൾ തരൂല എന്ന് പറഞ്ഞു. വുമൺ, സ്ത്രീകൾ പറഞ്ഞു ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ്, വിദേശ ഉൽപ്പന്നങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, വാങ്ങൂല എന്ന് പറഞ്ഞു. സ്ത്രീകളും അതിൽ പങ്കാളികളായി. ട്രൈബ്സ് പറഞ്ഞ ഗോത്ര വിഭാഗം, കാടിനുള്ളിൽ താമസിക്കണോല്. ബ്രിട്ടീഷുകാർ ഈ ഗോത്ര വിഭാഗത്തെ നല്ലോണം ബുദ്ധിമുട്ടിച്ചു. എന്ത് കൊണ്ടുവന്നിട്ട്? ഫോറസ്റ്റിലോ, വന നിയമം കൊണ്ടുവന്നിട്ട്. വനത്തിനുള്ളിലേക്ക് കയറാൻ പറ്റൂല. അപ്പൊ ട്രൈബ്സ് എന്ത് ചെയ്തു, വയലേറ്റഡ് ദ ഫോറസ്റ്റിലോ, വന നിയമം ലംഘിച്ച് എൻ്റർ ഇൻ ടു ദ ഫോറസ്റ്റ്. കിട്ടിയ? വനത്തിനുള്ളിലേക്ക് എന്ത് ചെയ്തു, കയറി. എൻ്റേർഡ് ഇൻ ടു ദ ഫോറസ്റ്റ്. വനത്തിനുള്ളിലേക്ക് ബ്രിട്ടീഷുകാർ ജനങ്ങൾ എന്ത് ചെയ്തു, പ്രവേശിച്ചു. കണ്ടോ? അപ്പൊ അവര് നിയമം ലംഘിച്ചു. വർക്കേഴ്സോ, തൊഴിലാളികൾ, സ്ട്രൈക്ക് ദ വർക്ക്. തൊഴിലാളികൾ പണിക്ക് പോയില്ല, പോലും പണി നിർത്തി. റെയിൽവേ തൊഴിലാളികൾ, അതേപോലെ തന്നെ ഇലക്ട്രിക് ലൈൻ വലിക്കുന്ന ആളുകൾ, എല്ലാ തൊഴിലാളികളും എന്ത് ചെയ്തു, പണി നിർത്തി. ഈ സമയത്ത് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്. മക്കളെ, അത് പറയുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ എന്റെ മക്കൾ പറയണം, ഗാന്ധി എപ്പോഴാണ് സിവിൽ നിയമം ഇങ്ങനെ നിർത്തിവെച്ചത് അറിയോ? ഗാന്ധിയും അതേപോലെ തന്നെ ഇർവിൻ പ്രഭുവും തമ്മിൽ എന്ത് ചെയ്തു, ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ആ ഉടമ്പടിയെ പറയുന്ന പേരാണ് ഗാന്ധി അതേപോലെ തന്നെ ഇർവിൻ പാക്ട്, ഗാന്ധി ഇർവിൻ ഉടമ്പടി. ആ ഉടമ്പടി പ്രകാരം 2 കാര്യങ്ങളെ ഗാന്ധി തീരുമാനമെടുത്ത്. ഒന്ന് പ്രധാനമായിട്ടും ടു സസ്പെൻഡ് ദ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്. ഗാന്ധി എന്ത് നിർത്തിവെച്ചു, സിവിൽ നിയമലംഘന സമരം നിർത്തിവെച്ചു. അതേപോലെ ഗാന്ധി ഉറപ്പ് കൊടുത്തു, എന്താ അറിയോ, 2ാം വട്ടമേശ സമ്മേളനത്തിൽ ആര് പങ്കെടുക്കുക, ഗാന്ധിജി പങ്കെടുക്കുക എന്ന് പറഞ്ഞു. കാരണം ഇന്ത്യയിൽ ഇഷ്ടം പോലെ സമരം നടന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ സോപ്പിടാൻ തീരുമാനിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാം, നിങ്ങൾ വട്ടമേശ സമ്മേളനത്തിൽ വരീൻ. 1ാം വട്ടമേശ സമ്മേളനത്തിൽ നമ്മൾ പോയില്ല. അപ്പോൾ ഇർവിൻ വന്നിട്ട് ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ പറഞ്ഞത്. അങ്ങനെ ഫെബ്രുവരി 3 ഗാന്ധി ഉടമ്പടിയിൽ എന്ത് ചെയ്തു, ഒപ്പുവെച്ചു. ഇതോട് കൂടിയിട്ട് എന്ത് സംഭവിക്കുകയാണ്, ഈ പറയപ്പെട്ടിട്ടുള്ള സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് അവസാനിക്കാൻ. ഇതാണ് സിവിൽ നിയമലംഘനത്തിൽ കാര്യമായിട്ട് പഠിക്കാം, കൂടുതലൊന്നും പഠിക്കാനില്ല. ഇത് ആരംഭിച്ച വർഷം കൂടി ഒന്ന് പഠിക്കണം കേട്ടോ. 1929 ലാഹോർ സമ്മേളനത്തിലാണ് പ്രഖ്യാപിക്കുന്നത്. 1930 ഗാന്ധി തുടങ്ങുന്നത് കേട്ടോ. 1920 നാഗ്പൂർ സമ്മേളനം, നിസ്സാര സമരം. ഇത് 1930 ലാഹോർ സമ്മേളനം. അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, എന്റെ മക്കൾ മനസ്സിലാക്കണം കേട്ടോ. ഇനി പഠിക്കാനുള്ളത് ദ പാത്ത് ഓഫ് ആംഡ് സ്ട്രഗിൾ.
സ്ട്രഗിൾ, അതായത് മക്കളെ സായുധ വഴിയിലെ പോരാട്ടം. അതായത് ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷ് ഗാന്ധി ഇത്രയും കാലം പീസ് സമാധാന സമരം നടത്തിയിരുന്നു അല്ലേ, പക്ഷെ പീസ്ഫുൾ സ്ട്രഗിൾ അല്ലേ, അതാണ് ഗാന്ധി നടത്തി. പക്ഷേ ഭഗത് സിംഗ് അടക്കമുള്ള ആൾക്കാരൊക്കെ നേരിട്ട മാർഗം എന്ന് പറഞ്ഞാൽ റവല്യൂഷണറി ആക്ടിവിറ്റീസ്, വിപ്ലവ പ്രവർത്തനങ്ങൾ, അടി ഇടി കുത്ത് കിട്ടിയോ, വാളൊക്കെ എടുത്തിട്ട് ബ്രിട്ടീഷുകാരെ വെട്ടണം എന്നൊക്കെ പറഞ്ഞ ആളാണ് ആര്, ഭഗത് സിംഗ് ഒക്കെ. അങ്ങനെ 1924 ഭഗത് സിംഗിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ഇതിനെ സംഘടനയൊക്കെ രൂപീകരിച്ചിരുന്നു. അങ്ങനെ 1924 ഉണ്ടായതാണ് HRA, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ പറഞ്ഞ ഇന്ത്യ റിപ്പബ്ലിക് ആവണം, അതിന് വേണ്ടിയിട്ട് ഒരു അസോസിയേഷൻ കിട്ടിയോ, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചത് 1924. ഓരോ കാക്കോരി ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, റെയിൽവേ ഫണ്ടൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചോലെ അറസ്റ്റ് ചെയ്തു. ഇതോടുകൂടിയിട്ട് HRA അവസാനിച്ചു. പിന്നെ ഈ HRന്റെ പ്രവർത്തനങ്ങൾ അടിപൊളിയായത് ആരുടെ കാലഘട്ടത്തിലാണ്, ഭഗത് സിംഗിന്റെ കാലഘട്ടത്തിൽ. എന്ന് 1928 ഭഗത് സിംഗ് HRന്റെ ഇടയിൽ ഒരു എസ്സും കൂടി കൂട്ടിക്കൊടുത്തു. HSR, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു, റിപ്പബ്ലിക്കൻ അസോസിയേഷൻ കിട്ടിയോ, അത് രൂപീകരിച്ചു. ഇവര് രണ്ട് കാര്യം ചെയ്തത്. ഒന്ന്, നമ്മളെ ലാലാ ലജ്പത് റായ് കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിന്റെ ഉത്തരവാദി ആരെയെന്ന് അറിയോ, സാൻഡേഴ്സ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാ. ബോയ്സിന് പെട്ടെന്ന് മനസ്സിലാവും, നമ്മളെ നെയ്മറിന്റെ അപ്പത്തെ ക്ലബ് ഏതാ, സാൻഡോസ് അല്ലേ, അത് ആലോചിച്ചാൽ മതി. സാൻഡോസിന് എന്ത് ചെയ്തു, കൊന്നു. കണ്ടോ, ദേ കിൽഡ് എ പോലീസ് ഓഫീസർ നെയ്മഡ് സാൻഡേഴ്സ് കിട്ടിയ. സാൻഡേഴ്സ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു, കൊന്നു. കണ്ടോ, അയാൾ എന്താണ്, ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായിരുന്നു. കണ്ടോ, ഹു വാസ് ദ റെസ്പോൺസിബിൾ ഓഫ് ദ ഡെത്ത് ഓഫ് ലാലാ ലജ്പത് റായ്. ഞാൻ അടുത്ത് നോക്കി, കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബ് എറിഞ്ഞു. എ ബോംബ് വാസ് ത്രോൺ ഇൻ ടു ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. രണ്ട് കാര്യം ഭഗത് സിംഗ് കാട്ടി. ഒന്ന്, ബോംബ് എടുത്ത് നിയമസഭയ്ക്ക് എറിഞ്ഞു. MLA മാരെ MP മാരൊക്കെ ഉണ്ടാവില്ല, അവിടെ എറിഞ്ഞു. അതിന് വേറെ റീസൺ ഉണ്ട്, സാൻഡേഴ്സിനെ കൊന്നു. അങ്ങനെ പോലെ രണ്ടാളും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, തൂക്കിക്കൊന്നു. രണ്ടാളല്ല, നാലാളുണ്ട്, ബഗു, രാജു, സുഗു, ചന്ദ്രൻ. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, ചന്ദ്രശേഖർ ആസാദ്, ഈ നാലാൾക്കാരും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, തൂക്കിലേറ്റി. എന്നാ തൂക്കിലേറ്റ് ചെയ്തെന്ന് ചോദിക്കൂട്ടോ. എന്നാ തൂക്കിലേറ്റ് ചെയ്ത് 1931. കണ്ടോ, 28 പരിപാടി തുടങ്ങി 3 കൊല്ലമായപ്പോ അതിനാ കിടക്കണ് അല്ലേ, ബ്രിട്ടീഷുകാർ അവർ തൂക്കിലേറ്റി. മാസം നോക്കണം കേട്ടോ മക്കളെ, മാർച്ച് 23. നിങ്ങൾ മാർച്ച് 23 പബ്ലിക് എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ ഈ ചോദ്യം വരുമ്പോൾ നിങ്ങൾ എഴുതും ഭഗത് സിംഗിനെ തൂക്കിലേറ്റി 1931. പക്ഷേ മാർച്ച് 23 പറയാൻ നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾ മറന്നിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് എഴുതാൻ ഓർമ്മ ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് വർഷം അറിയില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ അറിയോ, അന്ന് നിങ്ങൾ SSന്റെ എക്സാം വന്ന, പബ്ലിക് എക്സാം വന്ന മാർച്ച് 23 അപ്പൊ അതേപോലെ തന്നെ എഴുതിയാൽ മതി. മാർച്ച് 23 എക്സാമുകൾ കുത്തുന്ന ആലോചിക്കുക, ഇവരെ കൊന്നതെന്ന, തൂക്കിലേറ്റ് ചെയ്തെന്ന പൊട്ടന്മാരെ അന്ന് തന്നെ കിട്ടിയോ. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഇനി ഇതേപോലെ തന്നെ പറയാനുള്ള ഒരു സാധനമാണ് എന്ത്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആരംഭിക്കണം 1942 കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടന്നു ബോംബെയിൽ വെച്ചിട്ട്. ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാനുള്ള കാരണമുണ്ട്. രണ്ടാം ലോക യുദ്ധം ആയപ്പോഴേ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യന്റെ സപ്പോർട്ട് നിർബന്ധമായിട്ട് വന്നു കിട്ടിയോ. അങ്ങനെ സ്റ്റഫോർഡ് ക്രിപ്സ് ഇന്ത്യയിൽ വന്നു. പക്ഷെ ക്രിപ്സിന്റെ ചർച്ചകളൊന്നും വേണ്ട പോലെ ഫലിച്ചില്ല. ബ്രിട്ടീഷുകാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാം, നിങ്ങളിവിടെ നിൽക്കുന്നു. ഇന്ത്യക്കാർ സമ്മതിച്ചില്ല. ഇന്ത്യക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം, ഞങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ക്രിപ്സിന്റെ ദൗത്യം എന്ത് ചെയ്തു, അവിടെ ഫെയിൽ ചെയ്തു. കണ്ടോ, ക്രിപ്സ് ഫെയിൽഡ് ടു പെർസോഡ് ഇന്ത്യൻ ലീഡേഴ്സ് ത്രൂ നെഗോഷിയേഷൻ. ഇന്ത്യക്കാരിങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടു. ആര് പരാജയപ്പെട്ടു, കണ്ടോ, അനുനയിപ്പിക്കുന്നതിൽ ക്രിപ്സ് എന്ത് ചെയ്തു, പരാജയപ്പെട്ടു. അതോട് കൂടിയിട്ടാണ് ഗാന്ധി എന്ത് തുടങ്ങിയത്, ഒരു മാസ് മൂവ്മെന്റ്, ഒരു വലിയൊരു സമരം നടത്താൻ തീരുമാനിച്ചു. ആ സമരത്തെ പറയുന്ന പേരാണ് ക്വിറ്റ് ഇന്ത്യ സമരം. പങ്കെടുത്തത് ആരാ, കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല, യുവാക്കൾ നല്ല അടിപൊളി സമരം നടത്തിയേക്കും. വർക്കേഴ്സ്, തൊഴിലാളികൾ പണി പോയിട്ടുണ്ടാവില്ല. വുമൻസ് അല്ലെ, ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ്, വിദേശ ഉൽപ്പന്നങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബഹിഷ്കരിച്ചു. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, തൊഴിലാളികൾ, സ്ത്രീകൾ, കണ്ടോ, എല്ലാവരും സമരത്തെ ഏറ്റെടുത്ത് ഉഷാറാക്കി. നോക്കി, പോസ്റ്റ് ഓഫീസ്, ടെലഗ്രാഫ്, റെയിൽവേ, കണ്ടോ, ടെലഗ്രാഫ് ലൈന്, പോസ്റ്റ് ഓഫീസിന്റെ ഭാഗങ്ങൾ, അതേപോലത്തെ റെയിൽവേ ലൈന്, ഇലക്ട്രിക് ലൈനായ ലൈന് മുഴുവൻ എന്ത് ചെയ്തു, ദേ ടാർഗറ്റഡ് ആൻഡ് ഡിസ്ട്രോയിഡ്. ഓലെ എന്ത് ചെയ്തു, ഇത് മുഴുവൻ കത്തിച്ചു. ബ്രിട്ടീഷുകാർ ഓഫീസുകൾ, ബ്രിട്ടീഷുകാർ റെയിൽവേ ലൈനുകൾ, വൈദ്യുതി കമ്പികൾ, തപാല്, ഇത് മുഴുവൻ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരല്ല ഇന്ത്യക്കാരെന്ത് ചെയ്തു, തകർത്തു. കാരണം ഗാന്ധി അവസാനം പ്രഖ്യാപിച്ച എന്താ, ഡു ഓർ ഡൈ. കണ്ടോ, അപ്പൊ അതിനയാൾക്ക് ഗാന്ധിക്ക് എന്ത് ബോധ്യം വന്നിക്കണ്, ഒന്നില്ലെങ്കിൽ അടി അല്ലെങ്കിൽ ഇടി അല്ലേ, പൊട്ടിക്കുക, മരിച്ച അല്ലെങ്കിൽ നാലം പൊട്ടിക്കുക. അങ്ങനെ ഇന്ത്യക്കാരൊക്കെ എന്ത് ചെയ്തു, സമരത്തിൽ ആക്റ്റീവായിട്ട് നിന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്, ക്വിറ്റ് ഇന്ത്യ സമരം അവസാനിക്കുക. പക്ഷെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തു കേട്ടോ. ബ്രിട്ടീഷുകാർ ഒന്നായിട്ട് കൊണ്ടുപോയി ഗാന്ധിനെ അറസ്റ്റ് ചെയ്തു. ബ്രിട്ടീഷുകാർ പോയി എന്താ, ഗാന്ധിനെ അറസ്റ്റ് ചെയ്തൊക്കെ കഴിയുന്ന. പക്ഷേ ഇതിൽ നേതൃത്വം കൊടുത്ത 2-3 ആൾക്കാരുണ്ട്. നോക്കി, ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹ്യ, അരുണ ആസഫ് അലി, സുജാത കൃപലാനി. ഇത് പഠിക്കാൻ സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ജയറാം, ആസിഫ് അലി, സുജാത. കണ്ടോ, ജയറാം, ആസിഫ് അലി, സുജാത. ഇങ്ങോട്ട് നോക്കി, കണ്ടോ,
ജയറാം ഉണ്ട് കണ്ടോ. ജയ എന്ന് പറഞ്ഞാൽ ജയപ്രകാശ് നാരായണൻ. റാം ജയറാമത്തെ റാം മനോഹർ ലോഹിയ. നമ്മൾ ആസിഫ് അലി അല്ലേ, അരുണ ആസിഫ് അലി. സുജാത ചേച്ചി കണ്ടോ, സുജാത കൃപലാനി. ഇത്ര മാത്രം എന്ത് ചെയ്താൽ മതി, എൻ്റെ മക്കൾ പഠിച്ചാൽ മതി. അങ്ങനെ ക്വിറ്റ് ഇന്ത്യ സമരം എന്ത് ചെയ്തു, അവസാനിച്ചു. ഫൈനലി ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ ഒരു മന്ത്രിസഭ വരിക, ക്യാബിനറ്റ് മിഷൻ. 1946 വരുന്നത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നിട്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഞങ്ങൾ ഇന്ത്യക്ക് എന്ത് ചെയ്യുക, സ്വാതന്ത്ര്യം തരാം. അപ്പോൾ ഒരു ടെമ്പററി ഗവൺമെന്റ്, താൽക്കാലികമായിട്ട് എന്ത് ചെയ്യണം, ഒരു ഇടക്കാല ഗവൺമെന്റ് ഇന്ത്യ ഉണ്ടാക്കണം. ഭാവിയിൽ നിങ്ങൾക്ക് ഞങ്ങൾ എന്തായാലും എന്ത് ചെയ്യും, സ്വാതന്ത്ര്യം തരും. ഇപ്പൊ ഇന്ത്യ ഭരിക്കാൻ ഒരു താൽക്കാലിക ഗവൺമെന്റ് വേണം. അതേപോലെ തന്നെ ഒരു അസംബ്ലി, ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ട്, ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ഏത് രാജ്യത്തിനും എന്ത് വേണം, ഭരണഘടന. അപ്പൊ ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് എത്ര കാര്യങ്ങളുണ്ട്, രണ്ട് കാര്യം. ആ രണ്ട് കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ മൗണ്ട് ബാറ്റൻ വന്നിട്ട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എന്താണ് അറിയോ, അയാളൊരു വൈസ്രോയി ആട്ടോ, ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടി വന്ന ആളാ. അയാൾ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്താക്കണം, രണ്ടായിട്ട് മുറിക്കണം, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. എന്നിട്ട് എന്ത് കൊടുക്കുക, ഗ്രാൻഡിങ് ദം ടു ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്കാർക്ക് എന്ത് കൊടുക്കണം, സ്വാതന്ത്ര്യം കൊടുക്കണം. കണ്ടോ, രാജ്യത്തെ ഇന്ത്യ എന്ന് പാകിസ്ഥാൻ രണ്ടായിട്ട് വിഭജിച്ച് ഇന്ത്യക്ക് എന്ത് കൊടുക്കുക, സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറഞ്ഞ ആളാണ് ആര്, മൗണ്ട് ബാറ്റൻ. അങ്ങനെ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിച്ചു. 1940 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ചെയ്ത ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അല്ലെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷുകാർ പാസ്സാക്കി. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ആര് ഉയർന്നു വന്നു, ജവഹർലാൽ നെഹ്റു. ഇതോട് കൂടിയിട്ട് മക്കൾ എന്ത് ചെയ്യുന്നു, 6ാമത്തെ ചാപ്റ്റർ സെറ്റ് ചെയ്യുന്നു. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. അടിച്ചു പൊളിച്ചോ. ഇന്നത്തെ രാത്രിക്ക് ഇത്ര ലൈവിൽ വന്നോ സാർ, ഇതിനേക്കാൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, ക്ലാസ് എടുത്തരും. നമ്മൾ അവിടെ കാണാം കേട്ടോ, സെറ്റ് ചെയ്യാം.